പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12:30 പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക. ഉച്ചയ്ക്ക് 12 മണിവരെ മൃതദേഹങ്ങൾ പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിഖിൽ മത്തായി, അനു ബിജു, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചത്. സനോജ് ചേരുന്നു. സനോജ്, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക, മറ്റു കാര്യങ്ങൾ? ഉച്ചയ്ക്ക് 12:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ളതാണ് ബന്ധുമിത്രാദികൾ അറിയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി രാവിലെ 8 മണിയോടുകൂടിയാണ് ഇവരുടെ ഇടവക ദേവാലയമായിട്ടുള്ള ഈ ദേവാലയത്തിലെ ഹാളിൽ ഈ ഭൗതികദേഹം എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ 4 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ ഇടത്താണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ വരുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലാണ് 2 വരികളിലായി എത്തിയ ആളുകൾ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ ഒരു നിലയ്ക്കാത്ത ജനപ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം. ഈ 4 പേരെയും അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പള്ളിയുടെ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയിടത്ത് കിടത്തിയിരിക്കുന്ന മൃതദേഹങ്ങളുടെ 2 വശങ്ങളിലുമായി ഇരുനിരകളായി എത്തുന്ന ആളുകൾ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നാടിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ വേർപാട് എന്നുള്ളതാണ് ഈ ചടങ്ങുകൾ നമുക്ക് നൽകുന്ന സന്ദേശം. കാരണം അത്രത്തോളം ആളുകളുടെ പങ്കാളിത്തമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോഴും നിരവധി ആളുകൾ അവിടെയും എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അല്പം മുമ്പ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആദരാഞ്ജലികൾ അർപ്പിച്ച അനുശോചന സന്ദേശം കൈമാറിയതിനു ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങിയത്. കോന്നി MLA KU ജനീഷ് കുമാറും അല്പം മുമ്പ് ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു 8 വർഷത്തെ പ്രണയത്തിനു ശേഷം ഇരുവരും വിവാഹിതരായത്. അവരുടെ വിവാഹ ചടങ്ങുകൾ നടന്ന ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഈ ഹാളിലാണ് വെള്ള പതിപ്പിച്ച ഇവരുടെ മൃതശരീരങ്ങൾ കിടത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അന്ന് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനെത്തിയ നാടിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾ ഇന്ന് ഇവരെ വെള്ള പതിപ്പിച്ച ശരീരം കിടത്തുമ്പോൾ അത് കണ്ട് കണ്ണീരോടുകൂടിയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഈ നാടിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഇവരുടെ വേർപാട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രത്തോളം സങ്കടം നിറഞ്ഞ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അനു ബിജു, ഒപ്പം തന്നെ നിഖിൽ മത്തായി, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി വീട്ടിലെ ശുശ്രൂഷകൾ രാവിലെ നടന്നിരുന്നു. ഇപ്പോൾ പള്ളിയിലെ ശുശ്രൂഷകൾ നടക്കുകയാണ്. കുറെ കൂടി കഴിയുമ്പോൾ ഇവിടെ നിന്നും മൃതദേഹം പള്ളിക്കുള്ളിലേക്ക് മാറ്റും. അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാവും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഷമ്മി. സനോജ്, ഒരു നാടിൻ്റെ വേദന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 8 വർഷം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അനുവിൻ്റെയും അതുപോലെ തന്നെ നിഖിലിൻ്റെയും വിവാഹം നടക്കുന്നത്. അതിനുശേഷം അവർ മലേഷ്യയിൽ പോയി തിരികെ വരുമ്പോൾ വീട്ടുകാർ പോയി ഇവരെ കാറിൽ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഈ ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ, ഇവരുടെ 2 പേരുടെയും, അനുവിൻ്റെയും അതുപോലെ തന്നെ നിഖിലിൻ്റെയും പിതാക്കന്മാരാണ്. അവരും ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനും ഒക്കെ അപ്പുറമുള്ള വലിയ വേദനയാണ് ഈ ഒരു വേർപാട് ആ നാടിന് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനാണ് നാട് ഞെട്ടിത്തരിച്ച ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വണ്ടി ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയി എന്ന് വേണം, മത്തായി ഈപ്പനാണ് കാറ് ഓടിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഉറങ്ങിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് അറിയുന്നത്. സനോജ്. സനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.